ശ്രീ ഗുരുഭാഗവതം പാരായണം 22-ാം ദിവസം. ഗുരുമന്ദിരം ഭാഗം 2. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാരദാ ശാരദാം ഭോജവദന വദനാംബുജേം സർവദാ സർവദാസ്മാകം സന്നിധിം ക്രിയാത്. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഓം നമോ ഭഗവതേ നാരായണായ. ഓം ശ്രീ നാരായണ ജഗദ്ഗുരവേ നമോ നമഃ. ആദരപൂർവം സഹകരിച്ചേവരും ആവശ്യകാര്യങ്ങൾ ചർച്ച ചെയ്തിടണം. ചർച്ചകൾ വാദകോലാഹലം മൂലം അലങ്കോലമാകാതിരിക്കണം. എപ്പോഴും വാദിക്കുവാനുള്ളതല്ല സംഭാഷണം, വേദിച്ചിടണം ഇതെപ്പോഴും ഏവരും. വാദങ്ങൾ ചെയ്ത് ജയിക്കുവാനല്ല, സംഭാഷണം ഓരോന്നറിഞ്ഞറിയിക്കുവാൻ. ആരാമവും തണൽ വൃക്ഷവും കൊണ്ട് ആർക്കും ആശ്വാസമേകണം. ശ്രീ ഗുരുമന്ദിരം സർവമത തത്വസാരം പഠിക്കുവാൻ സർവമത പാഠശാലയുണ്ടാകണം. ഗ്രന്ഥാലയങ്ങൾ തൊഴിൽശാലകൾ ഗുരുമന്ദിരത്തോടൊത്തുയർന്നു വന്നിടണം. ഗ്രന്ഥാലയത്തിൽ ഗുരുദേവ സൂക്തങ്ങൾ ചന്തമായ ആലേഖനം ചെയ്തു വയ്ക്കണം. യോഗവൃത്താന്തം ഗ്രഹിക്കുവാനായി യോഗനാദവും ഗ്രന്ഥാലയത്തിലുണ്ടാകണം. യോഗവൃത്താന്തം ഗ്രഹിക്കുവാനായി യോഗനാദവും ഗ്രന്ഥാലയത്തിലുണ്ടാകണം. യോഗ നിയമം പഠിച്ചറിഞ്ഞിടുവാൻ യോഗ നിയമാവലികൾ ഉണ്ടാകണം. സൽഗുരുദേവന്റെ ആത്മീയ ഗ്രന്ഥങ്ങളൊക്കെയും വായിച്ചറിയാൻ ലഭിക്കണം. ആത്മീയ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ആളുകൾക്ക് ആത്മവിജ്ഞാനം പകർന്നു നൽകിയിടണം. എല്ലാ ഞായറാഴ്ച തോറും ജനങ്ങളെ നല്ല ദേവാലയെ ഒന്നിച്ചുകൂടണം. ലോകൈകനാഥനാം ശ്രീ ഗുരുദേവനെ വാഴ്ത്തി വന്ദിച്ചു നമസ്കരിച്ചിടണം. ആത്മാർത്ഥമായി ഒത്തുചേർന്ന് പ്രാർത്ഥിക്കണം. ആത്മീയനാഥൻ അനുഗ്രഹിച്ചിടുവാൻ. ആത്മീയനാഥൻ അനുഗ്രഹിച്ചിടുകിൽ ഐശ്വര്യ സമ്പൂർണമായി വരും ജീവിതം. ആത്മീയനാഥൻ അനുഗ്രഹിച്ചിടുകിൽ ഐശ്വര്യ സമ്പൂർണമായി വരും ജീവിതം. ഓം നമോ ഭഗവതേ നാരായണായ. ഓം നമോ ഭഗവതേ നാരായണായ. ആത്മീയനാഥൻ അനുഗ്രഹിച്ചിടുകിൽ ഐശ്വര്യ സമ്പൂർണമായി വരും ജീവിതം. ദേവദേവ ജഗദീശ്വര ദൈവമേ, ദൈവനാഥ ഭവാൻ കാത്തുകൊള്ളണമേ. ഞങ്ങൾക്ക് മറ്റില്ലൊരാശ്രയം ദേവാ, നിൻ ദിവ്യപാദാംബുജ ഭക്തി നൽകണമേ. ജീവിതയാത്രയിൽ ദുഃഖിതർ ഞങ്ങൾക്കു ജീവിതേശ ഭവാൻ മാത്രമാണ് ആശ്രയം. ഏഴകളാകുമീ ഞങ്ങൾ നിരാലംബർ, ഏതുമൊരാശ്രയമില്ലാത്ത ഗതികൾ. അന്ധകാരാവൃതമാകുമീ സംസാരബന്ധനത്തിൽ വീണു വലയുന്നു ദൈവമേ. നിത്യദുരിതാബ്ദിയിൽ വലയുന്നൊരീ ദുഃഖിതർ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങതൻ ദിവ്യപാദാംബുജ ഭക്തിയാൽ ഞങ്ങൾ തൻ ജന്മം സഫലമാകണമേ. അങ്ങതൻ ദിവ്യപാദാംബുജ ഭക്തിയാൽ ഞങ്ങൾ തൻ ജന്മം സഫലമാക്കണമേ. ഭക്തിയാൽ ആനന്ദമുണ്ടാകണം, പവൽ ഭക്തിയാൽ ഞങ്ങൾ പരിശുദ്ധരാകണം. അങ്ങതൻ പാദാംബുജത്തിൽ ഈ ഞങ്ങൾ തൻ സർവസ്വവും സമർപ്പിക്കുന്നു ദൈവമേ. അങ്ങതൻ പാദാംബുജത്തിൽ ഈ ഞങ്ങൾ തൻ സർവസ്വവും സമർപ്പിക്കുന്നു ദൈവമേ. ഞങ്ങൾക്ക് ശക്തിയും ശാന്തിയും നൽകണം, ഞങ്ങളെ കാത്തുകൊള്ളണമേ ദൈവമേ. ജീവിതാനന്ദം ലഭിക്കുവാൻ സൽഗുരുദേവന്റെ നാമം ഭജിക്കുവിനേവരും ഈശ്വരഭക്തിയിൽ നിന്ന് ലഭിക്കും ആത്മാനന്ദമാണ് അമൃതാനന്ദമോർക്കുവിൻ. ഓരോ പ്രദേശത്തെയും ജനവർഗത്തെ ഒന്നിച്ചു സംഘടിപ്പിക്കണം മന്ദിരെ. ആളുകളൊത്തു സഹകരിച്ചിടുകിൽ അന്യായ കർമ്മങ്ങളൊക്കെയും നീങ്ങിടും. സംഘാടകർ ക്ഷമാശീലരായി സൗമ്യരായി ശാന്തരായി ഊർജ്ജസ്വലരായിരിക്കണം. ശാഖയിൽ അംഗങ്ങൾ ഓളോഹരിയുണ്ടാക്കി ഓരോ വ്യവസായശാല തുടങ്ങണം. ശാഖയിൽ അംഗങ്ങളാൽ ഓഹരിയുണ്ടാക്കി ഓരോ വ്യവസായശാല തുടങ്ങണം. സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായത്തിൽ
തുഷിപ്രസാദ്യമായി വന്നിടും. ശാഖതൻ കമ്മിറ്റി എന്നും ജനങ്ങൾ തൻ കാര്യങ്ങളിൽ ദത്തശ്രദ്ധരായിടണം. നിർധനരായ വിദ്യാർത്ഥികളെ വിദ്യാഭ്യസിക്കാൻ സഹായങ്ങൾ ചെയ്യണം. ആതുര ഫണ്ടുമുണ്ടാക്കണം ദുഃഖിതർക്ക് ആശ്വാസമേകുവാൻ ശാഖയിലൊക്കെയും. ആത്മീയ ജീവിതം ആചരിച്ചെങ്കിലേ ആത്മീയ സൗഖ്യം ലഭിക്കൂ മനുഷ്യന്. ആത്മീയ സൗഖ്യമുണ്ടാകുവാൻ ഈശനെ ആനന്ദമോട് ഭജിക്കണമേവനും. ആയതിനായി ഗുരുമന്ദിരേ എത്തണം, ആയതിൽ വീഴ്ച വരുത്താതിരിക്കണം. ഭാര്യയാൽ മക്കളാൽ ബന്ധുവർഗങ്ങളാൽ പാരതന്ത്രത്തിലകപ്പെട്ട ബദ്ധരായി പാരവശ്യാധീനരായി മരുവുന്നവർ ഓർക്കേണ്ടതുണ്ട് ഒരു കാര്യമെല്ലായ്പ്പോഴും. ശാശ്വതമല്ലയിരൊന്നും ഇരിക്കലും ഈശന്റെ മായാവിലാസങ്ങളൊക്കെയും. ആശമുഴുത്തതിൽ മഗ്നനാകാതെ നാം ഈശ്വരനെ അറിയാൻ ശ്രമിക്കണം. ആശമുഴുത്തതിൽ മഗ്നനാകാതെ നാം ഈശ്വരനെ അറിഞ്ഞിടാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ വ്യർത്ഥമാകും നരജന്മമെന്ന് എല്ലാവരും നനച്ചിടണം എപ്പോഴും. ആഹാരമൈഥുന കാര്യങ്ങളിൽ ലയിച്ച് ആത്മീയ ജീവിതം പാഴാക്കരുത് നാം. ചിട്ടയോടിങ്ങനെ നമ്മളും മന്ദിരേ ഒട്ടും മടിക്കാതെ സംഘടിച്ചിടുകിൽ ആത്മീയ ഭൗതിക കാര്യങ്ങളിൽ നമുക്ക് ഉന്നതിയുണ്ടായി വരുമില്ല സംശയം. ഭൗതികമായിൽ മഗ്നരാകാതെ നാം ദൈവമാർഗത്തിൽ ജീവിച്ചു നന്നാകണം. ദൈവമാർഗം ഗ്രഹിച്ചിടുവാൻ നമ്മൾക്ക് ദേവാലയം ഗുരുമന്ദിരമല്ലയോ. ദൈവമാർഗം ഗ്രഹിച്ചിടുവാൻ നമ്മൾക്ക് ദേവാലയം ഗുരുമന്ദിരമല്ലയോ. ഓം നമോ ഭഗവതേ നാരായണായ. ഓം ശ്രീനാരായണ ജഗദ്ഗുരവേ നമോ നമഃ.